സ്വാമി സൂര്യ യൂട്യൂബ് ചാനലിലെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് വൈകുണ്ഠ ഏകാദശി ആയതിനാൽ ശ്രീമൻ നാരായണീയം എന്ന കാവ്യത്തിൽ നിന്നും മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് രചിച്ച ശ്രീമൻ നാരായണീയം അതിലെ 8ാമത്തെ ശതക 13ാമത്തെ ശ്ലോകമാണ് ഇന്ന് ഇവിടെ പറയുവാൻ പോകുന്നത്. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിന് വാതരോഗമുണ്ടായിരുന്നു. അദ്ദേഹം 100 ദിവസം ഗുരുവായൂരിൽ ഭജനം നടത്തി 100 ദിവസം കൊണ്ട് 100 ദശകം നാരായണീയം രചിച്ചു. അത് കഴിഞ്ഞതോടുകൂടി അദ്ദേഹത്തിൻ്റെ വാതരോഗം നിശേഷം വിട്ടുപോയി. അത് കാരണം ഈ 13ാമത്തെ ശ്ലോകം 8ാമത്തെ അധ്യായത്തിൽ നിന്നും നമ്മൾ നിത്യവും പറയുന്നതായാൽ നമ്മൾക്ക് ഏതെല്ലാം രോഗങ്ങളുണ്ടോ അത് മുഴുവനും വിട്ടുപോകും എന്നാണ് ഉറച്ച വിശ്വാസം. ഇതിനെക്കുറിച്ച് തമിഴ്നാട്ടിലെ കാഞ്ചി മഠത്തിലുള്ള ഒരു ദിവ്യനായ മഠാധിപതിയും ഇതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. പരാമർശം എന്ന് പറഞ്ഞാൽ ഈ മന്ത്രത്തെ അദ്ദേഹത്തിൻ്റെ ഭക്തജനങ്ങൾക്ക് ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്. എന്ത് മാരക രോഗമായാലും അത് നമ്മളെ വിട്ടുപോകും എന്നാണ് വിശ്വാസം. ആ മന്ത്രത്തെക്കുറിച്ചാണ് ഇന്ന് പറയുവാൻ ഉദ്ദേശിക്കുന്നത്. ആ മന്ത്രം ഇപ്പം പറയാം. അസ്മിൻ പരാത്മൻ നനു പാത്മകൽപേ ത്വമിത്തമുത്ത പിത പത്മയോനീഹി അനന്തഭൂമാ മമ രോഗരാശിം നിരുന്തി വാതാലയ വാസ വിഷ്ണോഹോ. ഇതിൽ കാതലായ മന്ത്രങ്ങൾ എന്താ ചോദിച്ചാൽ മമ രോഗരാശിം നിരുന്തി. മമ എന്നാൽ എൻ്റെ, രോഗരാശിം എന്ന് പറഞ്ഞാൽ രോഗങ്ങൾ, രോഗസമൂഹങ്ങൾ. എന്ത് രോഗം, ഇപ്പം 4-5 രോഗം ഉണ്ടെങ്കിലും എല്ലാം ഭേദമാകും. രോഗരാശിം നിരുന്തി, നിരുന്തി എന്ന ഇല്ലാതാകുന്നത്, ഭേദമാകുന്നത്. അപ്പം എൻ്റെ രോഗങ്ങളെ ഭഗവാനെ ഇല്ലാതാക്കി തീർക്കണമേ, ഇതാണ് ഇതിൻ്റെ അർത്ഥം. വാതാലയ വാസ വിഷ്ണു. വാതാലയം എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ. ഗുരുവായൂരിൽ വസിക്കുന്ന മഹാവിഷ്ണു ഭഗവാനെ എന്നെ എൻ്റെ രോഗങ്ങളിൽ നിന്നും വിമുക്തമാക്കണമേ. അതാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. ഈ മന്ത്രത്തിനെ മാത്രം പറഞ്ഞാൽ പോരാ, മഹാവിഷ്ണുവിനെ സ്തുതിച്ചുകൊണ്ട്, മഹാവിഷ്ണുവിനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് ആ ദിവ്യനാമങ്ങൾ അരമണിക്കൂറെങ്കിലും ജപിച്ചിട്ട് വേണം ഈ മന്ത്രം പറയാൻ. അല്ലാണ്ട് വെറുതെ ഈ മന്ത്രം മാത്രം പറഞ്ഞാൽ അതിൽ നമുക്കൊരു ബലവും ലഭിക്കുകയില്ല. മഹാവിഷ്ണുവിൻ്റെ മന്ത്രങ്ങൾ ഞാൻ പറഞ്ഞു തരാം, അത് നിങ്ങൾ ജപിക്കുക. 12 നാമങ്ങൾ: കേശവായ നമഃ, നാരായണായ നമഃ, മാധവായ നമഃ, ഗോവിന്ദായ നമഃ, വിഷ്ണവേ നമഃ, മധുസൂദനായ നമഃ, ത്രിവിക്രമായ നമഃ, വാമനായ നമഃ, ശ്രീധരായ നമഃ, ഹൃഷീകേശായ നമഃ, പത്മനാഭായ നമഃ, ദാമോദരായ നമഃ. ഈ 12 നാമങ്ങൾ ഓരോ നാമവും 36 പ്രാവശ്യം പറയുക. ഭക്തിപൂർവം, ശ്രദ്ധാപൂർവം ഇങ്ങനെ പറയണം. ഓം കേശവായ നമഃ ഓം, ഇങ്ങനെ 12 പ്രാവശ്യം പറയണം. അതേമാതിരി നാരായണായ, മാധവായ എല്ലാം ഈ രീതിയിൽ നിർത്തി ഭഗവാനിൽ നമ്മളുടെ ശ്രദ്ധയെ മുഴുവൻ, ഭക്തിയെ മുഴുവൻ ചെലുത്തിക്കൊണ്ട് പറയണം. പിന്നെ പറയേണ്ടത് ഓം നമോ നാരായണായ 36 പ്രാവശ്യം, ഓം നമോ ഭഗവതേ വാസുദേവായ 36 പ്രാവശ്യം, ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ 36 പ്രാവശ്യം. ഇത്രയും പറഞ്ഞ ശേഷമാണ് ഈ മന്ത്രം പലതവണ പറയുവാൻ. ഇതിൻ്റെ കൂടെ ഓരോ മന്ത്രം, ഈ നാരായണീയത്തിലെ മന്ത്രം പറഞ്ഞു കഴിഞ്ഞതും ഒരു ഗായത്രി കൂടി ജപിച്ചാൽ അതിൻ്റെ കൂടെ നമ്മൾ പറയുന്ന മന്ത്രത്തിന് ഇരട്ടി ബലം കിട്ടും. എന്താ വെച്ചാൽ ഗായത്രി മന്ത്രം ജപിക്കുമ്പോൾ അത് നമ്മൾ പറയുന്ന എല്ലാ മന്ത്രങ്ങൾക്കും കൂടുതൽ കൂടുതൽ ശക്തിയെ
കൊടുക്കുന്നു. അപ്പോൾ ഈ മന്ത്രം അസ്മിൻ പരാത്മൻ നനുപാത്മകൽപ്പേ ത്വമിത്തമുക്ത പിതപത്മയോനിം അനന്തഭൂമാ മമരോഗരാശിം നിരുന്തി വാതാലയ വാസവിഷ്ണു. ഇത് കഴിഞ്ഞതും ഓം ഭൂർഭുവസ്സുവഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. വളരെ പരിപാവനമായ പവിത്രമായ മന്ത്രമാണ് ഗായത്രി. ഏത് മന്ത്രത്തിൻ്റെ കൂടെ ഗായത്രി ജപിച്ചാലും നമ്മൾ ജപിക്കുന്ന മന്ത്രത്തിൻ്റെ ശക്തി കൂടുതൽ അതിന് ഉണ്ടാകും. അത് കൂടുതൽ നമുക്ക് ബലത്തെ ചെയ്യും. അപ്പോൾ ഗായത്രി മന്ത്രവും ചേർത്ത് ജപിക്കുക. ഈ രീതിയിൽ ജപിച്ച് ഏകദേശം ഒരു 3/4 മണിക്കൂർ നേരം വിഷ്ണു ഭഗവാനെ ഭജിച്ച് വിഷ്ണു ഭഗവാനെ പുകഴ്ത്തി ആ ദിവ്യനാമങ്ങൾ പറഞ്ഞതിന് ശേഷം വേണം ഈ 8ാം ദശകത്തിലെ 13ാമത്തെ നാമം നമ്മൾ പറയുവാൻ. നമ്മളുടെ രോഗശാന്തിക്ക് എന്ത് രോഗമുണ്ടെങ്കിലും നിശേഷം വിട്ടുമാറി നമ്മൾ പരിപൂർണ ആരോഗ്യവാനായിത്തീരും. ഇതാണ് ഉറച്ച വിശ്വാസത്തോടെ ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അതിനെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും അതിനെ ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ മൊബൈൽ നമ്പറും ലാൻഡ് ലൈൻ നമ്പറും ഉണ്ട്. ഞങ്ങളെ വിളിച്ചാൽ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും തീർത്തു തരാം. കൂടാതെ നിത്യവും രാവിലെ ഈ മന്ത്രങ്ങൾ പറഞ്ഞുകൊണ്ട് നിത്യവും ഞങ്ങൾ ധ്യാനം ചെയ്യുന്നുണ്ട്. ആ ധ്യാനത്തിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. അതിൻ്റെ ലിങ്കും നിങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഫോൺ വന്നാൽ ആ ലിങ്കും അയച്ചു തരാം. എല്ലാം ചെയ്തുകൊണ്ട് മഹാവിഷ്ണുവിനെ ദിവ്യനാമങ്ങൾ ജപിച്ചുകൊണ്ട് എല്ലാവരും പരിപൂർണ ആരോഗ്യത്തോടെ ദീർഘായുസ്സോടെ സന്തോഷത്തോടെ ജീവിക്കണം. അതാണ് ഞങ്ങളുടെ ഈ സ്വാമി സൂര്യ ചാനലിൻ്റെ ഉദ്ദേശം. എല്ലാം സനാതന ധർമ്മത്തിലെ ഓരോ കാര്യങ്ങളും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ തരുന്നുണ്ട്. എല്ലാം നോക്കുക, ഞങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക. എല്ലാവർക്കും നന്ദി.